ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. തിരുവോണം കഴിഞ്ഞിട്ടും തിരക്ക് കൂടുകയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റിന്. 7-ാം ദിനത്തെ കളക്ഷൻ സൂചിപ്പിക്കുന്നത് ആ രീതിയിലാണ്. പ്രീസെയിലൂടെ മാത്രം 6 കോടിക്ക് മുകളിലേക്ക് എത്തി സർവ്വകാല റെക്കോർഡ് തീർക്കുന്നു. ഇന്നലത്തെ കണക്കുകളിലേക്ക് പോകാം. ഇന്നത്തെ കണക്കുകളും കാര്യങ്ങളുമായി വരാം. വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോസും 5-6 സബ്സ്ക്രൈബേഴ്സാണ് വരുന്നതെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു മിനിമം ഒരു 25 പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട്. എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഇന്നലെ വന്നതായി പറയുന്നത് 7,59,00,000 രൂപയാണ്. കർണാടകത്തിൽ നിന്ന് 66 ലക്ഷം രൂപ നേടിയ ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് 51 ലക്ഷം രൂപ നേടി. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 47 ലക്ഷം രൂപയും നേടിയപ്പോൾ ഇന്ത്യ ടോട്ടലായി വന്നത് 9,23,00,000 രൂപയോളമാണ് തിരുവോണം നാളിൽ സിനിമയ്ക്ക് ലഭിച്ചത്. മോർണിംഗ് ഷോസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് സിനിമ കുതിച്ചുയരുന്ന കാഴ്ച ഇന്നലെ കാണാൻ കഴിയുമെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള കുതിപ്പാണ് ഇന്ന് കാണുന്നത്. ഇന്ന് പ്രീസെയിലൂടെ തന്നെ 6.5 കോടിയോളം ആണ് സിനിമയ്ക്ക് കളക്ഷനിലേക്ക് വന്നത്. ഈ ഒരു നിമിഷം രാവിലെ 12 മണിക്ക് മുമ്പുള്ള ആ ഒരു റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഇതിനോടകം തന്നെ 4,25,000 ടിക്കറ്റുകൾ സിനിമയുടേതായി വിറ്റുപോയിരിക്കുകയാണ്. സിനിമയുടെ കളക്ഷനായി ഇതുവരെ വന്നിരിക്കുന്നത് 7,01,00,000 രൂപയാണ് എന്നുള്ളതാണ്. അതായത് ഇന്നലെ ഫൈനലായി വന്നത് 7,08,00,000 രൂപയായിരുന്നു ട്രാക്കിങ്ങിലൂടെ വന്നത്. അങ്ങനെയാണ് 7,56,00,000 രൂപ ഫൈനൽ കളക്ഷനായി വന്നത്. ഇന്ന് ഏകദേശം അതേ രീതിയിലേക്കുള്ളത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 77% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ ഇന്ന് ഷോകളും കൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. 2,100 മുകളിലുള്ള ഷോകളാണ്. അതായത് കഴിഞ്ഞ എല്ലാ ദിവസത്തേക്കാൾ കൂടുതൽ ഷോ. നമുക്കറിയാം ഇപ്പോൾ ഓണ സീസണിൽ ഇറങ്ങിയ സിനിമകളെ എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വള്ളപ്പാടല്ല, ഒരു 100 വള്ളപ്പാട് മുന്നിൽ തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു കുതിപ്പ് ഈ ഒരു സിനിമ കുതിക്കുമ്പോൾ തിയേറ്ററുകളെല്ലാം സ്വാഭാവികമായും ഈ ഒരു സിനിമയ്ക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ പല സിനിമകളും ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അതിനൊന്നും കിട്ടുന്നില്ല. എറണാകുളം കവിത പോലെയുള്ള വമ്പൻ തിയേറ്ററിൽ ഏകദേശം 6,000-ഓളം ടിക്കറ്റുകൾ ഒരു ദിവസം 5 ഷോ വെച്ചാൽ പോകേണ്ടതാണ്. 4 ഷോ വെച്ചാൽ പോകേണ്ടതാണ്. അവിടെ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും തിരക്ക് വരുമ്പോൾ വമ്പൻ തിയേറ്ററുകൾ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. പക്ഷേ എടുക്കുന്നില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. ചെറിയ തിയേറ്ററുകളും അല്ലെങ്കിൽ എവിടെയൊക്കെ തിയേറ്ററുകളുണ്ടോ അവിടെയെല്ലാം വലിയ രീതിയിലുള്ള കളക്ഷനും അല്ലെങ്കിൽ ജനത്തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. നാളത്തേക്കുള്ള പ്രീസെയിൽ ഇതിനോടകം തന്നെ 2 കോടിക്ക് മുകളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. നിവിൻ്റെ തുടർച്ചയായിട്ടുള്ള 2ാമത്തെ 100 കോടി എന്നുള്ളത് മാത്രമല്ല, ആളുകളെ ഇഷ്ടപ്പെടുത്തുന്ന നല്ല ചിത്രം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പേര്. എന്താണേലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 50 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നാളത്തെ പ്രീസെയിൽ കൂടെ, അതായത് 2,89,00,000 രൂപയാണ് ഇതുവരെ നാളത്തേക്കുള്ള പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് വന്നിരിക്കുന്നത്. അതോടെ 50 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ടോക്സിക്കൂടെ അത്ര മികച്ചതാകാത്തപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വീണ്ടും ഡിമാൻഡ് കൂടുന്നു. ഓരോ ദിവസവും 7 കോടിക്ക്, അതായത് സ്റ്റഡിയായിട്ട് 7 കോടി 8 കോടി റേഞ്ചിലേക്കാണ് സിനിമയുടെ കളക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് സിനിമ മുന്നോട്ട് ആളിപ്പടരുകയാണ്. വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇനി വരുന്ന 4-5 ദിവസങ്ങളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെയിം ഫോർമുല തന്നെയായിരിക്കാം. 7 കോടിക്ക് മുകളിൽ അഡ്വാൻസ് സെയിലൊക്കെ 6 കോടി 7 കോടി റേഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വരുന്ന ദിവസം ഈ ഒരു സിനിമ, അതായത് 4-ാം തീയതി സെപ്റ്റംബർ 4-ന് തമിഴിലും തെലുങ്കിലും ഡബ്ഡ് ആയിട്ട് ചെല്ലുന്നുണ്ട്. അതും കൂടെ വന്നാലൊന്ന് കത്തിക്കഴിഞ്ഞാൽ ഇത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവിടെ ഒന്ന് ആളി കത്തുക എന്നുള്ളത് മാത്രമാണ്. 5 ദിവസത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് ഇന്ത്യ കളക്ഷൻ ഒന്ന് വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. കേരളത്തിൽ 33,46,00,000 രൂപയാണ് 5 ദിനത്തെ. ഇന്ന് 7-ാം ദിനമായി എന്ന് ആലോചിക്കുക. ഇന്നലത്തെ കളക്ഷൻ തന്നെ 7.5 കോടി വന്നിരുന്നു. ഇന്നിപ്പോൾ തന്നെ 7 കോടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് നോക്കാം നാളത്തെ പ്രീസെയിൽ 2,89,00,000 രൂപയും കടന്നിരിക്കുന്നു എന്നാണ്. അതായത് ഏകദേശം 18 കോടിയോളം സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ഈ 33,46,00,000 രൂപ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും. കർണാടകത്തിൽ നിന്ന് 4,52,00,000 രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 2,09,00,000 രൂപ, തെലുങ്കിൽ നിന്ന് 48 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2,20,00,000 രൂപയും നേടി. 5 ദിനങ്ങൾ കൊണ്ട് ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമേ സിനിമ നേടിയിരുന്നത് 42,75,00,000 രൂപയായിരുന്നു. ഓവർസീസിൽ നിന്ന് 53 കോടി. ബത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ പ്രീസെയിൽ കണക്കുകളിലേക്ക് നമുക്ക് നോക്കാം. ഇന്നത്തെ പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് 62%, 85 ലക്ഷം രൂപയാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് 1,28,00,000 രൂപയോളം നേടാൻ കഴിഞ്ഞുവെങ്കിൽ തൃശ്ശൂർ 94 ലക്ഷം രൂപയാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും 50 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കും പല സ്ഥലങ്ങളിലും 35 ലക്ഷം രൂപയുമൊക്കെയാണ് വന്നത്. 6,43,00,000 രൂപ പ്രീസെയിലൂടെ വരുമ്പോൾ അത് പുതിയ ചരിത്രമാവുകയാണ്. എന്തായാലും എമ്പുരാൻ്റെ റെക്കോർഡുകളെല്ലാം തന്നെ ഇവിടെ തകർത്തെറിയപ്പെടുമെന്നുള്ളതാണ്. അതായത് നോ മലയാളം ഫിലിം ഇൻ ദ ഇൻഡസ്ട്രി അച്ചീവ് ദിസ് ലെവൽ ഓഫ് 7-day അഡ്വാൻസ് ബുക്കിംഗ് എന്ന് തന്നെ പറയാം. എമ്പുരാൻ പോലും ഇതിൻ്റെയൊക്കെ ഒരുപാട് താഴെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയാം. നമുക്കറിയാം ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായി വന്ന ചിത്രമാണ്. ഏകദേശം 260-270 കോടി ബഡ്ജറ്റിൽ വന്ന ആ ഒരു ചിത്രത്തെ 30 കോടി ബഡ്ജറ്റ് വെച്ചൊരു നിവിൻ പോളിയുടെ ചിത്രം, അതായത് ബഡ്ജറ്റോ ആളുടെ പേരോ ഒന്നുമല്ല, സിനിമയുടെ ക്വാളിറ്റി തന്നെയാണ് ഇവിടെ നമുക്ക്
കാണാൻ കഴിയുന്നത്. നല്ല സിനിമയാണെങ്കിൽ ജനങ്ങൾ കയറും എന്നുള്ളത് തന്നെയാണ്. എല്ലാ സിനിമകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ സിനിമ മുന്നോട്ട് പോകുന്നു. ഇനി ഈ ഒരു സിനിമയ്ക്ക് തകർക്കാൻ ഒരേ ഒരു കണക്ക് മാത്രമേ ഉള്ളൂ. L2E-യുടെ 8,21,00,000 രൂപ 4-ാം ദിനമാണ് നേടിയിരുന്നത്. അതിനുശേഷമൊന്നും അത്ര കളക്ഷനൊന്നും വന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ദിവസം ഈ ഒരു സിനിമ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ 8,21,00,000 രൂപ എന്ന സർവ്വകാല റെക്കോർഡും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം. അങ്ങനെയുള്ള ഓരോ അപ്ഡേറ്റ്, ഓരോ മൈൽ സ്റ്റോൺ ഈ ഒരു സിനിമ തകർക്കുമ്പോൾ അത് സാധാരണ പ്രേക്ഷകൻ്റെ വിജയമായി തന്നെ കാണണം. കാരണം ഇവിടെ ഫാൻ ബേസ് അല്ല ഒരു സിനിമ ഓടുന്നത്. പലപ്പോഴും പല സിനിമകളും ഫാൻ ബേസിൽ ഓടുമ്പോൾ ഇവിടെ മാത്രം, അതായത് നല്ല സിനിമയെ കണ്ട് പ്രേക്ഷകർ കയറുന്നതാണ്. നിവിൻ പോളിയുടെ സിനിമകളുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും എടുത്തു പറയേണ്ട കാര്യവും അതുതന്നെയാണ്. പ്രത്യേകിച്ച് വലിയ ഫാൻ ബേസ് കാര്യങ്ങളൊന്നുമില്ല. ഏതാനും വർഷങ്ങളിൽ നിരന്തരമായി പരാജയപ്പെട്ട സിനിമകളുമായി അദ്ദേഹം നിന്ന് കഴിഞ്ഞപ്പോൾ ആരും കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ നല്ല സിനിമകൾ വരുമ്പോൾ ജനങ്ങൾ വരുന്നു. അതുതന്നെയാണ് ഈ ഒരു സിനിമയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും അത്ര ഗംഭീരമായിട്ടുള്ള കണക്കുകളുമായി സിനിമ പോകുന്നു. ഇന്നലെ സിനിമയ്ക്ക് വന്നത് 14 കോടിക്ക് മുകളിലാണ്. ഒരുപക്ഷെ 15 കോടിക്ക് മുകളിൽ ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ്റെ ഇടിവ് മാത്രമാണ്. കേരള ബോക്സ് ഓഫീസ് അമ്മാതിരി കുതിപ്പ് കുതിക്കുന്നത് കൊണ്ട് ആവറേജ് 15 കോടിക്ക് മുകളിൽ ഓരോ ദിവസവും സിനിമയ്ക്ക് പോകാൻ കഴിയുന്നുണ്ട്. ഇന്നും കാണിക്കുന്നത് അതേ ട്രെൻഡ് തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8 കോടിയോളം വരും. ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നൊരു പക്ഷേ 10 കോടിയിലേക്ക് ടച്ച് ചെയ്യാം. ഇന്നലെ നമ്മൾ 10 കോടി ടച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ 9.5 കോടിക്ക് അടുത്തേക്ക് വന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, ഇനി വരുന്ന 4 ദിവസങ്ങൾ കൊണ്ട് സിനിമ ഏറ്റവും കുറഞ്ഞതായി നേടാൻ പോകുന്നത് 60 കോടിയാണ്. അങ്ങനെ വരികയാണെങ്കിൽ 190 കോടി, 185, 190 കോടി, ഒരു പക്ഷേ അതിൻ്റെ മുകളിലേക്ക് വന്നാൽ ഈ ഞായറാഴ്ചയോടെ സിനിമ 200 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുമെന്ന് ഉറപ്പിക്കാം. പക്ഷേ അത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവധി ദിനങ്ങൾ തീരുകയാണ്. 31-നുള്ളിൽ തീർച്ചയായും സിനിമ 200 കോടി കടക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻസുകൾ തീർച്ചയായും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് കമൻസ് ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ തിരക്ക്, അതെല്ലാം ഒന്ന് കമൻസിലൂടെ ഒന്ന് പറയാം. എന്തായാലും ഈ ഒരു ഓണക്കാലത്തിറങ്ങിയ, അല്ലെങ്കിൽ ഓണക്കാലങ്ങളിൽ ഇറങ്ങിയ എല്ലാ സിനിമയെയും വെല്ലുവിളിച്ച് ഏറ്റവും വലിയ റെക്കോർഡ് തൂക്കിയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോക്സിക് വന്നപ്പോൾ ഒരു ഭീകരത സൃഷ്ടിച്ചുവെങ്കിൽ നമ്മൾ പലരും വിചാരിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള തിയേറ്റർ എല്ലാം പോകുമെന്നുള്ളത്. ഒരുപാട് തിയേറ്ററുകൾ പോയിട്ടുമുണ്ടാകാം. പക്ഷേ അതെല്ലാം തിരിച്ചു പിടിക്കുന്ന കാഴ്ച തന്നെയാണ്. കാരണം ടോക്സിക്കിന് അത്രത്തോളം നെഗറ്റീവാണ്. കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ആദ്യ റൗണ്ടിൽ വിചാരിച്ചത് കേരളത്തിൽ മാത്രമാണെന്ന് ആയിരുന്നു. പക്ഷേ കേരളത്തിന് പുറത്തും അതിന് വലിയ നെഗറ്റീവ് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ എന്നിരുന്നാലും ആ സിനിമ 100 കോടി ആദ്യ ദിനത്തിന് മുകളിൽ നേടി. അത് ആ റേഞ്ചിൽ പോകുമ്പോൾ ഇവിടെ മലയാളത്തിൻ്റെ ഒരു ചെറിയ സിനിമ വേൾഡ് കീഴടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഓണക്കാലത്തുള്ള ചിത്രങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ സിനിമകളാണ് കണ്ടത് ഒന്ന് കമൻസിലൂടെ പറയാം. ആ കണ്ട സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഒരുപക്ഷെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാത്ത ചിത്രം ഇതാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. ഗ്രീൻ മീഡിയാസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.